നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജിസ്റ്റാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻസുലിനെ പറ്റിയാണ്. ആദ്യമേ തന്നെ എന്താണ് ഇൻസുലിൻ? നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ പാറ്റേണിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മളൊരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ തലച്ചോറ് പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെറുകുടലിൽ എത്തുമ്പോൾ ഇൻക്രിറ്റൻസ് എന്ന പേരുള്ള ഹോർമോണുകൾ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, പാൻക്രിയാസിന് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു സെൻസറുണ്ട്. നമ്മളുടെ ബ്ലഡിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ പാൻക്രിയാസിൽ നിന്ന് കൂടുതൽ ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസുലിനെ നമ്മൾ ബോലസ് ഇൻസുലിൻ എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ രാത്രി മുഴുവനും ഭക്ഷണത്തിൻ്റെ ഇടയിലുമുള്ള ഷുഗർ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ഇൻസുലിൻ സെക്രീഷൻ എപ്പോഴും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസുലിനെ ബാക്ക്ഗ്രൗണ്ട് ഇൻസുലിൻ അഥവാ ബേസൽ ഇൻസുലിൻ എന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കൊരു ബോലസ് ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവുന്നു, ഭക്ഷണത്തിൻ്റെ ഇടയിൽ നമ്മൾക്കൊരു ബേസൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവുന്നു. പലതരം ഇൻസുലിനുകൾ നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ്. ബോലസ് ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്ന ഇൻസുലിനുകളുമുണ്ട്, ബേസൽ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്ന ഇൻസുലിനുകളുമുണ്ട്. നമ്മൾക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ അഥവാ കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ. അതിൻ്റെ എക്സാമ്പിളാണ് റെഗുലർ ഇൻസുലിൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടും, അത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇൻസുലിനാണ് റെഗുലർ ഇൻസുലിൻ. അത് നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് തന്നെ നമ്മളത് കുത്തിവെക്കണം. അതിൻ്റെ പ്രവർത്തന സമയം 6 മുതൽ 8 മണിക്കൂർ വരെയാണ്. അതായത് ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാലും ചെറുതായിട്ട് അതിൻ്റെ പ്രവർത്തനം നീളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചെറുതായിട്ട് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിന് ഒരു പ്രതിവിധി എന്നോണമാണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ വന്നത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് ലിസ്പ്രോ ഇൻസുലിൻ, അസ്പാർട്ട് ഇൻസുലിൻ, ഗ്ലൂലൈസിൻ ഇൻസുലിൻ എന്നിവ. അവയുടെ പ്രവർത്തനം കുത്തിവെച്ചതിന് 15 മിനിറ്റിന് ശേഷമാണ് തുടങ്ങുന്നത്. അതായത് ഭക്ഷണത്തിന് 15 മിനിറ്റ് മുമ്പാണ് നമ്മൾ ആ ഇൻസുലിനുകൾ കുത്തിവെക്കേണ്ടത്. അതിൻ്റെ പ്രവർത്തന സമയം 3 മുതൽ 4 മണിക്കൂർ വരെയാണ്. അതായത് ദഹനം കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തന സമയം കഴിയും. അതായത് ഒരു ഹൈപ്പോഗ്ലൈസീമിയയുടെ ഒരു പ്രശ്നം, അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അടുത്തത് ഇനി പറയാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻസുലിൻ അഥവാ ബേസൽ ഇൻസുലിൻ ഇവയെ പോലെ പ്രവർത്തിക്കുന്ന ഇൻസുലിനുകളെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ. അതിൻ്റെ എക്സാമ്പിളാണ് NPH ഇൻസുലിൻ. ഇത് 12 മുതൽ 16 മണിക്കൂർ വരെയാണ് അതിൻ്റെ പ്രവർത്തന സമയം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2 പ്രാവശ്യം വരെ അത് എടുക്കേണ്ടി വരാറുണ്ട്. അടുത്ത ഇൻസുലിനാണ് ഡെറ്റിമർ ഇൻസുലിൻ. അതിൻ്റെ പ്രവർത്തനം 18 മണിക്കൂർ വരെയാണ്. ചില ആൾക്കാർ 2 പ്രാവശ്യം വരെ ഡെറ്റിമർ ഇൻസുലിൻ എടുക്കേണ്ടി വരാറുണ്ട്. ഇനി പറയാൻ പോകുന്നത് ലോങ് ആക്ടിങ് ഇൻസുലിനുകളെ പറ്റിയാണ്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചു ബേസൽ ഇൻസുലിൻ സെക്രീഷൻ, അതായത് 24 മണിക്കൂറും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസുലിൻ സെക്രീഷനെ പറ്റി പറഞ്ഞു. അതുപോലത്തെ ഇൻസുലിനുകളാണ് ബേസൽ ഇൻസുലിനുകൾ എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലാജിൻ 100, ഗ്ലാജിൻ 300, ഡെഗ്ലുഡെക് എന്നീ ഇൻസുലിനുകൾ. ഗ്ലാജിൻ 100 18 മുതൽ 24 മണിക്കൂർ വരെ അതിൻ്റെ പ്രവർത്തന സമയമുണ്ട്. ഗ്ലാജിൻ 300 25 മണിക്കൂർ വരെ പ്രവർത്തന സമയമുണ്ട്. ഡെഗ്ലുഡെക് ഇൻസുലിൻ 42 മണിക്കൂർ വരെ അതിന് പ്രവർത്തന സമയമുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഐക്കോഡെക് ഇൻസുലിൻ ഉണ്ട്, അതിന് ഒരാഴ്ചയുള്ള പ്രവർത്തന സമയമുണ്ട്. നമ്മളിനി സംസാരിക്കുന്നത് ഇൻസുലിൻ സൈറ്റുകളെ പറ്റിയാണ്. അതായത് എവിടെയൊക്കെ നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാം എന്നതിനെ പറ്റിയാണ്. നമ്മൾക്ക് വയറിൽ എടുക്കാം, കൈയുടെ പുറം ഭാഗത്തെടുക്കാം, അല്ലെങ്കിൽ തൊടയുടെ പുറം ഭാഗത്തെടുക്കാം. ആദ്യം വയറിനെ പറ്റി സംസാരിക്കാം. പൊക്കിളിൻ്റെ 5 സെൻറ്റിമീറ്റർ ചുറ്റളവ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇനി കൈയുടെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് കയ്യിൽ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കയ്യിൽ എവിടെയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മളുടെ കൈമുട്ടിൽ നിന്ന് 4 ഫിംഗറും നമ്മളുടെ തോളിൽ നിന്ന് 4 ഫിംഗറും അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്.
തുടയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ തുടയിടുക്കിൽ നിന്ന് 4 വിരലുകളും നമ്മളുടെ മുട്ടിൽ നിന്ന് 4 വിരലുകളും ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിൽ നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികളിലാണെങ്കിൽ ബട്ടക്സിലും നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇനി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ പെന്നുകൾ വെച്ച് എടുക്കാം, അല്ലെങ്കിൽ സിറിഞ്ചുകൾ വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് പെന്നിനെ പറ്റി സംസാരിക്കാം. പെന്നും സിറിഞ്ചും വെച്ച് നോക്കുകയാണെങ്കിൽ പെന്ന് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ അത് നമ്മൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും സ്റ്റോർ ചെയ്യാനും വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ അതിൻ്റെ സൂചി വളരെ നേർത്തതാണ്, അതുകൊണ്ട് ഓൾമോസ്റ്റ് വേദനാരഹിതമായ ഇഞ്ചക്ഷൻ ആയിരിക്കും നമ്മൾ ഇൻസുലിൻ പെൻ വെച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് പെന്നിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് 2 തരം പെന്നുണ്ട്. നമ്മൾക്ക് റീയൂസബിൾ പെൻസും ഉണ്ട്, ഡിസ്പോസിബിൾ പെൻസും ഉണ്ട്. ഡിസ്പോസിബിൾ പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനകത്തെ ഇൻസുലിൻ തീരുമ്പോൾ ജസ്റ്റ് ഡിസ്പോസ് ചെയ്യാവുന്ന പെന്നുകളെയാണ് നമ്മൾ ഡിസ്പോസിബിൾ പെന്നുകൾ എന്ന് പറയുന്നത്. റീയൂസബിൾ പെൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻസുലിൻ തീരുമ്പോൾ നമ്മൾക്ക് പുതിയ കാർട്രിഡ്ജ് ഇട്ടിട്ട് അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയാണ്. നമ്മൾക്ക് പെന്നുകൾ ഉപയോഗിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാം. ആദ്യം നമ്മൾ പെന്നുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പെന്നിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ നീഡിൽ വളരെ ഫൈനാണ്, അതുകൊണ്ട് അതിൻ്റെ ഇഞ്ചക്ഷൻ ഓൾമോസ്റ്റ് വേദനാരഹിതമാണ്. പിന്നെ നമ്മൾക്കത് എവിടെയെങ്കിലും കൊണ്ടുപോകാനും വളരെ ഈസിയാണ്. ആകെയുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അത് സിറിഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇനി നമ്മൾക്ക് പെന്നിൻ്റെ പല പല പാർട്ടിനെ പരിചയപ്പെടാം. അതിനു മുമ്പ് നമ്മൾക്ക് 2 തരം പെന്നുണ്ട്. ഡിസ്പോസിബിൾ പെന്നും ഉണ്ട്, റീയൂസബിൾ പെന്നും ഉണ്ട്. റീയൂസബിൾ പെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ മരുന്ന് തീരുമ്പോൾ നമ്മൾക്ക് പുതിയ കാർട്രിഡ്ജ് മേടിച്ചിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പെന്നുകളാണ്. ഡിസ്പോസിബിൾ പെൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ മരുന്ന് തീരുമ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പെന്നുകളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീയൂസബിൾ പെന്നുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് ആദ്യം പെന്നിൻ്റെ പല പല പാർട്ടുകളിലേക്ക് പോവാം. ഇതാണ് പെൻ ക്യാപ്പ്, ഇതാണ് പെന്നിൻ്റെ നീഡിൽ. പെന്നിൻ്റെ നീഡിലിൽ ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്. ഇതിനകത്ത് നീഡിലിൻ്റെ സൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് കാണാം ഈ സ്റ്റിക്കറിൽ രേഖപ്പെട്ടിരിക്കുന്ന സൈസ് 4 മില്ലിമീറ്റർ ആണ്. ഈ നീഡിലിന് ഒരു ഔട്ടർ ക്യാപ്പും ഉണ്ട്, പച്ച നിറത്തിലൊരു ഇന്നർ ക്യാപ്പും ഉണ്ട്. ഇത് രണ്ടും റിമൂവ് ചെയ്താലേ നമ്മൾക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത് വരുന്നത് കാർട്രിഡ്ജ് ഹോൾഡറാണ്. ഇൻസുലിൻ പെന്നിൽ ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉള്ള ബോട്ടിലിന് നമ്മൾ കാർട്രിഡ്ജ് എന്നാണ് പറയുന്നത്. ഇതാണ് കാർട്രിഡ്ജ് ഹോൾഡർ. ഇൻസുലിൻ പെന്നിൻ്റെ ബോഡി. ഇതാണ് ഡോസിങ് വിൻഡോ. ഇതാണ് ഡോസിങ് നോബ്. ഇതാണ് ഇഞ്ചക്ഷൻ ബട്ടൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പെന്നിൻ്റെ പാർട്സ്. ഇത് അസംബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ ഇൻസുലിൻ കാർട്രിഡ്ജ് ഹോൾഡറിൽ ഇടുക. അതിനുശേഷം പെന്നിൻ്റെ ബോഡിയിലേക്ക് വെച്ചിട്ട് തിരിക്കുക. അതോടെ അത് അറ്റാച്ച്ഡ് ആവും. ഇനി വേണം നമ്മൾ നീഡിൽ അറ്റാച്ച് ചെയ്യുന്നതിന്. നീഡിൽ അറ്റാച്ച് ചെയ്യുന്നതിന് അതിൻ്റെ താഴെയുള്ള സ്റ്റിക്കർ ജസ്റ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം അത് പെന്നിൽ വെച്ചിട്ട് ജസ്റ്റ് ക്ലോക്ക് വൈസ് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഇൻസുലിൻ നീഡിലിൻ്റെ ഔട്ടർ ക്യാപ്പ്. ഇതാണ് ഇൻസുലിൻ നീഡിലിൻ്റെ ഇന്നർ ക്യാപ്പ്. ഇത് രണ്ടും റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഫൈനായിട്ടുള്ള നീഡിൽ കാണാൻ സാധിക്കുന്നത്. ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകിയിട്ടാണ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത്. ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രൈമിംഗ് എന്നുള്ളൊരു സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ്. അതായത് ഇൻസുലിൻ കാർട്രിഡ്ജിലെ എയർ കളയുന്ന സ്റ്റെപ്പാണത്. ഒരു 2 യൂണിറ്റ് നമ്മൾ ഡോസിങ് നോബിൽ ഡയൽ ചെയ്യുക. അതിനുശേഷം ഇഞ്ചക്ഷൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഇൻസുലിൻ തുള്ളികൾ നീഡിലിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നതിന്. ഇൻസുലിൻ തുള്ളികൾ നീഡിലിൻ്റെ അറ്റത്ത് വന്നാൽ അതിൻ്റെ അർത്ഥം ഇൻസുലിൻ കാർട്രിഡ്ജിലെ എയർ എല്ലാം പുറത്തു പോയി എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അർത്ഥം.
ഇനി ഡോക്ടർ എത്ര ഡോസാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് നമ്മളുടെ ഡയലറിൽ നമ്മൾ ഡയൽ ചെയ്യണം. എക്സാമ്പിൾ 12 യൂണിറ്റ് ആണെങ്കിൽ 12 വരെ നമ്മൾ ഈ ഡോസിങ് നോബ് നമ്മൾ തിരിക്കണം. ഇതിനകത്ത് ഓരോ ക്ലിക്കും ഓരോ യൂണിറ്റാണ്. 12 എത്തുമ്പോഴേക്കും നമ്മൾക്ക് കാണാം ആ ആരോ 12ലേക്ക് പോയിന്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പെൻ പിടിക്കേണ്ടത്. നമ്മളുടെ തള്ളവിരൽ ഇഞ്ചക്ഷൻ നോബിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം ഇത് പിടിക്കാനായിട്ട്. നമ്മൾ എവിടെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത് അവിടെ 2 വിരലുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സൂചി നമ്മളുടെ ശരീരത്തിലേക്ക് കയറ്റുക. സൂചി മുഴുവനായിട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ ആ ഇഞ്ചക്ഷൻ നോബിൽ തള്ളവിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഡയലർ 0-ലാവുന്നത് വരെ നമ്മൾ പ്രസ് ചെയ്യേണ്ടതാണ്. 0-ലായി കഴിഞ്ഞാൽ നമ്മൾ ആ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന 2 വിരലുകൾ ജസ്റ്റ് നമ്മൾക്ക് വിടാവുന്നതാണ്. അതിനുശേഷവും ഈ നീഡിൽ 10 സെക്കൻഡോളം നമ്മളുടെ ശരീരത്തിന് അകത്ത് തന്നെ ആയിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ നീഡിൽ പുറത്തേക്ക് എടുക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ ഇൻസുലിൻ്റെ തുള്ളികൾ നഷ്ടമാവുന്ന അവസ്ഥ വരും. ഇനി എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ് ഇൻസുലിൻ നീഡിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1 പ്രാവശ്യം കുത്താനാണ്. 1 പ്രാവശ്യം കുത്തിക്കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ നീഡിൽ അവിടുന്ന് ഇളകി പോരുന്നതാണ്. അതിനുശേഷം അത് നമ്മൾക്ക് നീഡിൽ ഡിസ്പോസ് ചെയ്യാൻ മാത്രമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടേണ്ടതാണ്. പക്ഷേ നമ്മളുടെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു നീഡിൽ നമ്മൾക്ക് മാക്സിമം ഒരു 3 പ്രാവശ്യം വരെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇൻസുലിൻ സ്റ്റോർ ചെയ്യുമ്പോൾ നീഡിലോടുകൂടെ സ്റ്റോർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാട്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. 24 ഡിഗ്രിയിൽ കൂടുതലുള്ള ടെമ്പറേച്ചർ അതിൽ വിസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒരു സ്പേസിൽ വേണം ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ യൂസ് ചെയ്യാതെ മേടിച്ച് വെച്ചിരിക്കുന്ന കാട്രിഡ്ജുകൾ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അതും ഫ്രീസറിൽ നിന്ന് ഒത്തിരി മാറി താഴെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സിറിഞ്ചുകളെ പറ്റിയാണ്. സിറിഞ്ചുകൾ നമുക്ക് കാണാം 2 തരമുള്ള സിറിഞ്ചുകളുണ്ട്. 40 ഇൻ്റർനാഷണൽ യൂണിറ്റുള്ള സിറിഞ്ചുകളുണ്ട്, 100 ഇൻ്റർനാഷണൽ യൂണിറ്റുകളുള്ള സിറിഞ്ചുകളുണ്ട്. അപ്പോൾ ഇൻസുലിനുകളും അങ്ങനെ തന്നെയാണ്. 40 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ഉള്ള ഇൻസുലിനുകൾ 40 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എല്ലിൻ്റെ സിറിഞ്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. 100 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ ഉള്ള ഇൻസുലിനുകൾ 100ൻ്റെ സിറിഞ്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും മാറിപ്പോവാൻ പാടുള്ളതല്ല. മാറിപ്പോവുകയാണെങ്കിൽ ഷുഗർ വല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യാനും വല്ലാതെ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് കാണാം പലതരം ഇൻസുലിനുകൾ നമ്മളിവിടെ നമ്മളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചിലത് വളരെ ക്ലൗഡി ആയിട്ടുള്ള ഇൻസുലിനാണ്, അതായത് മൂടലുള്ള ഇൻസുലിനാണ്. ചിലത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസുലിനാണ്. മൂടലുള്ള ഇൻസുലിൻ എപ്പോഴും നമ്മളുടെ കയ്യിൽ വെച്ച് ഒരു 20 പ്രാവശ്യം റോൾ ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലാണ് അത് റോള് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു 40ൻ്റെ ഇഞ്ചക്ഷനാണ്, ഇതൊരു 40ൻ്റെ സിറിഞ്ചാണ്. ഇത് രണ്ടും മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്ക് എത്ര യൂണിറ്റ് ആണോ കുത്തേണ്ടത് അത്ര യൂണിറ്റ് എയർ നമ്മൾ സിറിഞ്ചിൽ നിറയ്ക്കേണ്ടതാണ്. ഒരു 10 യൂണിറ്റ് ആണെങ്കിൽ 10 യൂണിറ്റ് നമ്മൾ പ്ലഞ്ചർ താഴേക്ക് വലിക്കുക. അത്ര എയർ നമ്മൾ ഈ സിറിഞ്ചിൽ എടുത്തിട്ടുണ്ട്. ആ എയർ നമ്മൾ ബോട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാം. അതിനുശേഷം ബോട്ടിൽ തലകീഴെ പിടിക്കുക. അതിനുശേഷം എത്ര യൂണിറ്റ് ആണോ എടുക്കേണ്ടത് അത്രയും യൂണിറ്റ് ഇൻസുലിൻ നമ്മൾ സിറിഞ്ചിലേക്ക് വലിക്കുക. 1 യൂണിറ്റ് എക്സ്ട്രാ എടുക്കുന്നത് നല്ലതാണ് ഇതിൽ എയർ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് 10 യൂണിറ്റാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു 11 യൂണിറ്റ് ഇൻസുലിൻ ഈ സിറിഞ്ചിലേക്ക് വലിക്കുക. അതിനുശേഷം
സിറിഞ്ച് ഇങ്ങനെ നേരെ പിടിക്കുക, എയർ ജസ്റ്റ് തട്ടിക്കളയുക, 1 യൂണിറ്റ് പുറത്തേക്ക് കളയുക. ഇത്രയും ചെയ്യുമ്പോൾ അതിലെ എയർ ഫുള്ളായിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇനി വേണ്ടത് നമ്മൾ എവിടെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞിരുന്നത് പോലെ. അതിനുശേഷം സിറിഞ്ച് ഫുള്ളായിട്ട് നമ്മൾ ആ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്ന സ്കിന്നിൻ്റെ അകത്തേക്ക് കടത്തി വിടുക. സൂചി ഫുള്ളായിട്ട് അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്ലഞ്ചർ ഉപയോഗിച്ചിട്ട് അത് 0 ആകുന്നത് വരെ പുഷ് ചെയ്യുക. 0 ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിന്ന് ജസ്റ്റ് വിടാവുന്നതാണ്. അതിനുശേഷം ആ നീഡിൽ 10 സെക്കൻഡോളം നമ്മളുടെ ശരീരത്തിനകത്ത് തന്നെ വേണം. എന്നിട്ട് വേണം നമ്മളത് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളൊരു ഇഞ്ചെക്ഷൻ ഇവിടെയാണ് എടുത്തതെങ്കിൽ അടുത്ത ഇഞ്ചെക്ഷൻ അതിന് 1 ഇഞ്ച് താഴെയാണ് എടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത ഇഞ്ചെക്ഷൻ അതിൻ്റെ 1 ഇഞ്ച് താഴെ. അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുക്കാനായിട്ട്. ഒരു സ്ട്രിപ്പ് തീരുമ്പോൾ നമ്മൾക്ക് സൈഡിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഈ സൈറ്റ് ഫുൾ തീരുമ്പോൾ നമ്മൾക്ക് അടുത്ത സൈറ്റിലേക്ക് പോകുന്നതാണ്. അതായത് തൊടയോ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ കയ്യോ. ഇനി നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇനി ഉപയോഗിക്കുന്നവർക്ക് അവരുടെ പെന്നിൻ്റെ കേസിൽ തന്നെ ഇൻസുലിൻ എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. പക്ഷേ സിറിഞ്ച് ഉപയോഗിക്കുന്നവർക്ക് വയലുകൾ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തെർമോസ് ഫ്ലാസ്ക് മേടിക്കുക, അതിനകത്ത് ഐസ് ഇടുക. അതിനുശേഷം ഒരു പോളിത്തീൻ ബാഗിൽ ഇൻസുലിൻ വയലുകൾ ഇടുക. ശരിയായി അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആ ഫ്ലാസ്കിലേക്ക് അതിടുക. അതിനുശേഷം ഈ ഫ്ലാസ്കും കൊണ്ട് നമ്മൾക്ക് പോകാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻസുലിൻ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളിനി പറയാൻ പോകുന്നത് ഹൈപ്പോഗ്ലൈസീമിയയെ പറ്റിയാണ്. നമ്മൾക്ക് ഇൻസുലിൻ എടുക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഷുഗർ കുറഞ്ഞു പോവുക എന്നത്. നമ്മളുടെ രക്തത്തിലുള്ള ഷുഗർ 70-ന് താഴെ പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. 54-ന് താഴെയാണെങ്കിൽ അത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഹൈപ്പോഗ്ലൈസീമിയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, പരവേശം, വിളർച്ച, വിറയൽ, വേർപ്പ്, കൺഫ്യൂഷൻ, പെട്ടെന്ന് ഉറക്കം വരിക, ദേഷ്യം വരിക, ഇതെല്ലാം ഷുഗർ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാവാം. ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളൊരു ഗ്ലൂക്കോമീറ്റർ അവൈലബിൾ ആണെങ്കിൽ അതെടുത്ത് നമ്മളുടെ ഷുഗർ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൽ 70-ന് താഴെയാണെങ്കിൽ വലിയവരാണെങ്കിൽ 3 ടീസ്പൂൺ ഗ്ലൂക്കോൺ-ഡി 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കുടിക്കേണ്ടതാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ 2 ടീസ്പൂൺ ഗ്ലൂക്കോൺ-ഡി മതിയാകും. ഗ്ലൂക്കോൺ-ഡി ഇല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു 150 ml ഒരു ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചാലും ഷുഗർ പെട്ടെന്ന് തന്നെ കൂടി പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതാണ്. നമ്മളിത് ചികിത്സിച്ചില്ലെങ്കിൽ ബോധക്ഷയമോ ഫിറ്റ്സോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഷുഗർ കുറയുമ്പോൾ നമ്മൾ ലഡ്ഡു ജിലേബി പോലെ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. ഫാറ്റ് കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷുഗർ കൂടില്ല. നമ്മൾക്ക് ആ ഒരു അവസ്ഥയിൽ വേണ്ടത് പെട്ടെന്ന് ഷുഗർ കൂടുക എന്നതാണ്. അതുകൊണ്ട് സിമ്പിൾ ഷുഗേഴ്സ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഏറ്റവും നല്ലത് ഗ്ലൂക്കോസ് പൊടിയാണ്. ഇനി ആൾക്ക് കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ നമ്മൾക്ക് ഗ്ലൂക്കോൺ-ഡിയിൽ കുറച്ച് വെള്ളത്തുള്ളികൾ ചേർത്ത് ഒരു പേസ്റ്റ് പരുവമാക്കിയിട്ട് നമ്മൾക്ക് ചുണ്ടിൻ്റെ അടിയിൽ ജസ്റ്റ് തേച്ച് കൊടുക്കാവുന്നതാണ്. ബോധക്ഷയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പം തന്നെ രോഗിയെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിച്ചിരിക്കണം. ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ ഗ്ലൂക്കോഗൺ എന്ന പേരുള്ള ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. അത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബോധക്ഷയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കുട്ടി റിക്കവർ ആവുന്നതാണ്. അത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചരിച്ച് കിടത്തി വേണം ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത്. ഇൻസുലിൻ എങ്ങനെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് ഗ്ലൂക്കോഗൺ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചരിച്ച് കിടത്തി ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്ലൂക്കോഗൺ ഇഞ്ചെക്ഷൻ വയ്ക്കുകയാണെങ്കിൽ കുട്ടി ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയയുടെ ചികിത്സ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നിർബന്ധമായും വീണ്ടും ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. വീണ്ടും 70-ന് താഴെയാണെങ്കിൽ വീണ്ടും 3 ടീസ്പൂൺ ഗ്ലൂക്കോൺ-ഡി വെള്ളത്തിൽ കലക്കി കുടിക്കേണ്ടതാണ്. 70-നും 100-നും ഇടയ്ക്കാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ലഘുഭക്ഷണം എടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഒരു ചപ്പാത്തിയോ ഒരു ഗ്ലാസ് പാലോ
അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടതാണ്. രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ 100-ന് മുകളിലാണെങ്കിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വീണ്ടും വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം.